അഭിനയത്തിൽ മാത്രം ഒതുങ്ങി നിന്നില്ല, സിനിമാ നിർമ്മാണത്തിലും സംവിധാനത്തിലും രചനയിലുമൊക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഒരു 15ഓളം സിനിമകളൊക്കെ സംവിധാനവും നിർമ്മാണവും ഒക്കെ ചെയ്തിട്ടുണ്ട്. സംവിധാനം ചെയ്തിട്ടുണ്ട്. അത് പ്രിയ ഉൾപ്പെടെയുള്ള സിന്ദൂരിച്ചപ്പ് ഉൾപ്പെടെയുള്ള സിനിമകൾ വളരെ ശ്രദ്ധ നേടിയിട്ടുണ്ട്, ഹിറ്റും ആയിരുന്നു അല്ലേ ആ ചിത്രങ്ങളൊക്കെ. പിന്നീട് ഒരു പക്ഷേ 90കളിലേക്ക് എത്തിയപ്പോൾ ഫിലിം മേക്കിംഗ് എന്നതിലേക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ പോയോ? അദ്ദേഹത്തിന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പോയതെന്താണെന്ന് വെച്ചാൽ കഥ ഉണ്ടാക്കാൻ മെനക്കെട്ടില്ല. മറ്റതൊക്കെ കഥകൾ നേരത്തെ ഉണ്ടായിരുന്നതായിരുന്നു. പബ്ലിഷ്ഡ് നോവൽസും ഇഷ്ടപ്പെട്ട പബ്ലിഷ്ഡ് നോവൽസും അല്ലെങ്കിൽ അപ്പം ആരെങ്കിലും കഥയായിട്ട് കൊണ്ടുവന്നായിരിക്കാം. ഈ 90കളിലൊക്കെ വന്നപ്പോൾ ആകപ്പാടെ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുള്ള മിനി എന്ന് പറഞ്ഞെടുത്ത് അതൊരു പയ്യൻ എഴുതിക്കൊണ്ട് എൻ്റെ കയ്യിൽ നിന്ന് വായിച്ചു നോക്കിയപ്പോൾ എനിക്ക് താല്പര്യമുണ്ട്, യഥാർത്ഥ താല്പര്യം തോന്നി, അങ്ങനെ അത് എടുത്തതാണ്. അങ്ങനെ നല്ല നല്ല കൃതികൾ ഉണ്ടായിരിക്കാം, പക്ഷേ എന്നെ ആകർഷിച്ചത് എനിക്ക് വലിയ ഇഷ്ടം തോന്നിയ രീതിയിലുള്ളൊരു സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല. നാളെ കിട്ടിയ നാളെ ചെയ്യും. അതാണ്. അപ്പോൾ 60കളിലെയും 70കളിലെയും സിനിമ രചനകൾ പലതും സാഹിത്യകൃതികളിൽ നിന്നായിരുന്നു. വളരെ പ്രശസ്തരായിട്ടുള്ള എഴുത്തുകാരുടെ പല ചലച്ചിത്ര രചനകളിലും ഈ കുടുംബ വ്യവസ്ഥിതി, കുടുംബ ബന്ധങ്ങൾ, കൂട്ടുകുടുംബ വ്യവസ്ഥിതി, മതസൗഹാർദ്ദം ഇതിനൊക്കെ വളരെ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഒട്ടുമിക്ക സിനിമകളിലും. പിന്നീട് ഇങ്ങോട്ട് വരുമ്പോൾ ഈ സമകാലീന ഈ അടുത്തുള്ള സിനിമകളിൽ അതിൻ്റെ ഒരു അളവ് കുറയുന്ന പോലെ അതിന് എങ്ങനെയാണ്? അതിൻ്റെ അളവ് കുറയല്ല, അതൊരു പഴയ സബ്ജക്റ്റായിട്ട് മാറി. ഈ കുടുംബകഥകളെന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുടുംബങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ഈവൻ കൊച്ചു കുടുംബങ്ങൾ തന്നെ എത്ര എവിടെയുള്ളത്. ആരാ പറഞ്ഞല്ലോ, ശ്രീകുമാരൻ തമ്മിൽ ഒരിക്കൽ സെറ്റ് പറഞ്ഞു കേട്ടു. ഏതാണ്ട് കുട്ടിയുടെ ഈ സഹോദര സ്നേഹത്തിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവൻ ചോദിച്ചു ഇത് എന്താണ്. കാരണം അവൻ ആകോരത്തിനേ ഉള്ളൂ, അവൻ സഹോദരങ്ങളൊന്നും സ്നേഹിച്ചില്ല, പിന്നെ അവൻ എങ്ങനെയാണ് ഈ സഹോദര സ്നേഹം അറിയണേ? അപ്പം മിക്കവാറും സൊസൈറ്റിയിൽ അതാണ് ഈ സ്നേഹം എന്ന് പറയുന്നത്. അനുഭവിക്കാനോ കൊടുക്കാനോ ഉള്ള ഭാഗ്യം പഴയ പോലെ ഇല്ല. ഒരു അപ്പൂപ്പൻ, ഒരു അമ്മൂമ്മ, ഒരു അമ്മാവൻ, അല്ലെങ്കിൽ ഒരു കുഞ്ഞമ്മ, എല്ലാവരും കൂടെ താമസിക്കുന്ന ഒരു ഇല്ലാത്ത കാരണം ആകപ്പാടെ കാണുന്ന ഒരു അച്ഛനെയും അമ്മയും ഈ കുട്ടി, പിന്നെ സ്കൂളിലെ വാദ്യാരെയാണ് ഇല്ലേ. അവ ജീവിതത്തിൽ തന്നെ നമ്മുടെ സൊസൈറ്റിയിൽ തന്നെ വന്ന ചേഞ്ചാണ് ഈ നോവലിലും സിനിമയിലും ഒക്കെ ഉണ്ടായത്. സത്യൻ, നസീർ, മധു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലഘട്ടത്തെ ശരിക്കും മടക്കി ഭരിച്ചിരുന്ന നായകന്മാർ തന്നെയാണ്. അപ്പോൾ ഈ സത്യൻ, നസീർ എന്ന ഫാക്ടേഴ്സ് അങ്ങയുടെ ആ അഭിനയത്തിൻ്റെ ആരംഭകാലത്ത് അവരുമായിട്ടുള്ളൊരു സൗഹൃദവും സഹപ്രവർത്തനവും? ഇല്ല, അവർ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഒരു 12 വർഷത്തിന് ശേഷമാണ് ഞാൻ അഭിനയിക്കാൻ വന്നത്. അന്ന് അവർ അഭിനയിച്ച ഈ 12 വർഷം കൊണ്ട് ഈ 12 സിനിമയായിരുന്നത് 120 സിനിമയായിട്ട് മാറുന്ന കാലമായിരുന്നു. അപ്പോൾ ഒരാളിനെ കൂടെ അക്കോമഡേറ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കുമായിരുന്നു ഇല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ അഭിനയിക്കുന്ന ആദ്യത്തെ പടങ്ങളും ആദ്യ കാലത്തിലെ പടങ്ങൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ ഒരു 8-10 വർഷത്തോളം അവരും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. ചിലപ്പം സത്യനും നസീറും മധു എന്ന് പറഞ്ഞു വരും, ചിലപ്പോൾ സത്യൻ മധു, നസീർ മധു എന്ന് പറഞ്ഞുകൊണ്ട് വരും ഇല്ലേ. എൻ്റെ ഇൻഡിപെൻഡൻറ്റ് പടങ്ങൾ അത് അധികം വരാൻ തുടങ്ങിയത് ഒരു 10 വർഷത്തിന് ശേഷമായിരുന്നു. അപ്പോൾ അവിടെ ഒരു ക്ലാഷിൻ്റെ ഇതല്ല വന്നത്, ഒരു അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സപ്പോർട്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം 2 ഗുരുക്കന്മാരുടെ കൂടെ വർക്ക് ചെയ്യാനുള്ളൊരു സുഖം എനിക്ക് കിട്ടിയിട്ടുള്ളത്. അവരെന്നെ ഒന്ന് പ്രോത്സാഹിപ്പിക്കായിരുന്നു. ഞങ്ങൾ തമ്മിലൊരു പടം എന്നു പറഞ്ഞാൽ ഞാൻ വലുതോ നീ വലുതോ എന്നുള്ളൊരു ചിന്ത ഉണ്ടാകേണ്ട ആവശ്യം വന്നില്ല. അവർ തന്നെ ആയിരുന്നു വലുത്. കോമ്പറ്റീഷനെ